ഖുർആനിലെ സ്ത്രീ സങ്കല്പത്തിന് ഈ ഒരൊറ്റ ആയത്താണ് വിശദീകരിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. എന്താണ്? നിസാവുക്കും ഹർസുലുക്കും. അവിടെ നിന്ന് അങ്ങനെ തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിസ്ഥലമാണ്, അതിനാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന വിധം സ്വന്തം കൃഷിസ്ഥലത്ത് നിങ്ങൾക്ക് ചെല്ലാം. ഈ ആയത്ത് ഇറങ്ങിയ ചരിത്ര പശ്ചാത്തലം വിവരിക്കുന്ന തഫ്സീറുകൾ വായിക്കുമ്പോഴാണ് ഇതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാവുക. ഞാനത് പുസ്തകങ്ങളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അത് അൻസാറുകളും മുഹാജിറുകളും തമ്മിൽ കല്യാണ ബന്ധം ഉണ്ടായ സമയത്ത് അവിടുന്ന് വന്ന പുരുഷന്മാർ ഇവിടുത്തെ സ്ത്രീകളുമായി കല്യാണം കഴിച്ച് ബന്ധപ്പെട്ടപ്പോൾ ഈ സ്ത്രീകൾക്ക് പരിചയമില്ലാത്ത ചില രീതിയിൽ അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിന് ശ്രമിച്ചു. അപ്പൊ സ്ത്രീകൾക്ക് അത് പരിചയമില്ലാത്തതുകൊണ്ടും അത് പേടിയായതുകൊണ്ടും സ്ത്രീകൾ പരാതി പറഞ്ഞു. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ആ പരാതിക്ക് പരിഹാരം തേടി ഒരു സ്ത്രീ നബിയുടെ സന്നിധിയിൽ ചെന്നപ്പോൾ നബി അതിന് പരിഹാരം പറയാൻ വേണ്ടി അള്ളാഹുവുമായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ അള്ളാഹ് പറഞ്ഞു കൊടുത്ത വർത്താനം അത്. നിങ്ങൾ ആരോടാ പറഞ്ഞു കൊടുത്തത്? പരാതിയുമായി ചെന്ന പെണ്ണിനോടല്ല പറഞ്ഞത്. പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന പുരുഷനോടാണ് പറയുന്നത്. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിസ്ഥലം തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇച്ഛിക്കുന്ന വിധത്തിലൊക്കെ അവിടെ പോയി കൃഷി നടത്തിക്കോ, നമുക്ക് യാതൊരു പരാതിയില്ല. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. വാക്കിദിയുടെ തഫ്സീറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഞാൻ.